ഇത് കാശ്മീരിലെ ആപ്പിൾ തോട്ടത്തിലേക്കുള്ള കാഴ്ചകളുടെ ഒരു ഇതാണ്. ഇപ്പോൾ ഇവർ ടൂറിസ്റ്റിനെ ഇറക്കാൻ വേണ്ടിയിട്ട് ആപ്പിൾ കാഴ്ച നിൽക്കുന്ന മാതിരിയുള്ളൊരു മരത്തിൽ ആപ്പിളിൻ്റെ ഈ പ്ലാസ്റ്റിക് കമഴ്ത്തി വെച്ചതാണ് ഈ കാണുന്നത്. ഒറിജിനലല്ല, ഇത് കണ്ടോ, ഇത് പ്ലാസ്റ്റിക് കമഴ്ത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് പൂത്ത് കായ്ക്കുന്ന സീസണാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഗ്രീൻ വാലി ആപ്പിൾ തോട്ടത്തിലേക്ക് ഇത് കണ്ടില്ലേ, ടൂറിസ്റ്റിനെ ആകർഷിക്കാനായിട്ട് അവർ ആപ്പിളിൻ്റെ മോഡൽ ഇതിലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് ആപ്പിൾ കായ്ച്ച് നിൽക്കുക. ഇതാണ്ടോ, ഇതിപ്പോൾ കായ്ച്ച് നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ നിൽക്കും. ഇനി ഇതിൻ്റെ പ്ലാസ്റ്റിക്കാണത്. ഇല്ല എല്ലാം പ്ലാസ്റ്റിക്. ഇത് ടൂറിസ്റ്റിനെ ആകർഷിക്കാൻ വേണ്ടി ഇപ്പോൾ അവർ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഗ്രീൻ വാലി അപ്പോൾ നമ്മൾ പിന്നെ ആപ്പിൾ തോട്ടത്തിലേക്കാണ് കയറുന്നത്. ഇതിവിടെ അച്ചാറ്, ജാമുകൾ, ഇതിൻ്റെയൊക്കെ പിന്നെ എന്താ പറയുക, സാമ്പിളുകൾ കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് എല്ലാവർക്കും സാമ്പിൾ തരും. എല്ലാവർക്കും സാമ്പിൾ ടേസ്റ്റിങ്ങിന് കൊടുക്കുന്നതാണ്. ഇത് ആപ്പിൾ തോട്ടം, ആപ്പിളിൻ്റെ മരം ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇത് പച്ച കായ കായ്ച്ച് നിൽക്കുന്നത് അടുത്തുകൊണ്ടേ കാണിച്ചു തരാം. ഇതാണ്ടോ, വിരിഞ്ഞ് ചെറിയ കായായിട്ട് അടുപ്പിച്ച് പിടിക്കുക. അപ്പോൾ ഇതാ നിൽക്കുന്നുണ്ടോ, അത് ഇപ്പോൾ പൂത്ത് വിരിഞ്ഞ് കായാകുന്ന സമയമാണ്. നിറച്ച് എല്ലാത്തിലും ഉണ്ട് കായ. അവർ ആ എൻട്രൻസിൽ ടൂറിസ്റ്റിനെ ഇറക്കാൻ വേണ്ടിയിട്ട് ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ്. ആപ്പിൾ കായ്ച്ച് നിൽക്കുന്ന മാതിരി. ഇതാ ഈ ഒരു ചെറിയ മരത്തിൽ നിറച്ച് കായുണ്ട്. ഇത് കണ്ടോ, ഇത് കണ്ടോ ആപ്പിൾ കായ്ച്ച് നിൽക്കുന്നത്. ഇതാണ് കണ്ടോ ആപ്പിൾ കായ്ച്ച് നിൽക്കുന്നത്. ഇതൊക്കെ ഇപ്പോൾ ഫുള്ള് വിരിഞ്ഞിട്ട് പിന്നെ ഏകദേശം പാകാവുന്ന സമയം മുഴുവനും റോസ് കളറിൽ ഇങ്ങനെ നിന്നിരുന്നു. നമുക്കത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഇതൊരു ചെറിയ തോട്ടമാണ്. ഇതേമാതിരി ഇവിടെ ഒരുപാട് തോട്ടങ്ങളുണ്ട്. നമ്മൾ വിചാരിച്ചത് വലിയ മലയിലൊക്കെയാണ് ഇത് ഉണ്ടാകുന്നതെന്ന്. പക്ഷേ ഇത് ഇതേമാതിരിയുള്ള നമ്മുടെ നാട്ടിലെ ഈ കണ്ടങ്ങളിലെ മാതിരിയുള്ള സ്ഥലമാണ്. നല്ല തണുപ്പുമാണ്, വെള്ളത്തിനുള്ള സൗകര്യമുണ്ട്. ഇതൊക്കെ കായ്ച്ച് നിൽക്കുന്ന ആപ്പിൾ ചെടികളാണ്. ആപ്പിൾ ചെടി ഏത് രൂപത്തിലാണെന്നുള്ളത് നമുക്കൊരു ഊഹം കിട്ടി. എല്ലാ ആപ്പിൾ ചെടികളാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്ന ടൂറിസ്റ്റ് ബസ്സിൽ ഇറങ്ങിയ ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ. ഇതാണ്ട് അവർ മുയലിനെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ കൂട്ടത്തിൽ നിർത്തി ഫോട്ടോ എടുക്കും. ബൈ उसको भी दिखाओ थोड़ा फोटो डालने के लिए. देखो മുയലിനെ ഇങ്ങനെ കൊട്ടയിലാക്കി കൊണ്ടുവരും. എന്നിട്ട് നമ്മളെ കൊണ്ട് ഫോട്ടോ എടുക്കുന്നതിന് പൈസ മേടിക്കും. कितना दिया? 1 रुपया. फोटो निकाला पीछे जाके ले लो.
അപ്പോൾ പിന്നെ ഫോട്ടോ കിട്ടുമോ? അവിടെ ഒറ്റ മഞ്ഞ് കയറിയിട്ടില്ലോ.